അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്ത് ചെയ്തു, ദ്വാ ഇറക്കുന്ന സമയത്ത് കൈ ഉയർത്തുക എന്നുള്ളത് അത് സുന്നത്തായ ഒന്നാണ്. അതിനെന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് രൂപങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നെന്ത് ചെയ്യുക, രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് എന്ത് ചെയ്യുക, മുഖത്തിന് നേരെ ഇങ്ങനെ എന്ത് ചെയ്ത് ചുമലിന് നേരെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദ്വാരക്കാവുന്ന, ഇതാണ് ഏറ്റവും അബുദായ രൂപം. ഇനി മറ്റൊന്ന് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് കൈകളും കൂട്ടാതെ തന്നെ എന്ത് ചെയ്യുക, ചുമലിന് നേരെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ ദ്വാരക്കാതും മറ്റൊന്നാണ്. ഇങ്ങനെ രണ്ട് മൂന്ന് രൂപങ്ങൾ എന്ത് ചെയ്യുക, ദ്വായന് കൈ ഉയർത്തുന്നതിന് പറഞ്ഞിട്ടുണ്ട്. അതിലെവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കൈ മറ്റേ കൈയിനെ എന്ത് ചെയ്യുന്നുണ്ട് അടിയിൽ വെച്ച് ഇങ്ങനെ എന്ത് ചെയ്യുക പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് വയറിൻ്റെ അവിടെ വെച്ചുകൊണ്ടിരിക്കുക, നെഞ്ചിൻ്റെ അവിടെ വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതില്ല. ഇമാമായി മെഹ്റാബിൻ്റെ ഉള്ളിലോട്ട് കയറി വന്ന് ദ്വാരക്കുമ്പോൾ അവൻ്റെ ഓർമ്മ എന്ത് ചെയ്യുന്നത്, ഞാൻ ഇവിടുത്തെ വലിയ ഗുണാണ്ടറാണ്, അതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി, ഇങ്ങനെ ഇരുന്നിട്ടാ അങ്ങനെ പറയല്. പാവപ്പെട്ട ജനങ്ങൾ പുറയിലിരുന്ന് എന്ത് ചെയ്യുക, കൈയൊക്കെ പിടിച്ചുകൊണ്ട് ആത്മാർത്ഥയോട് ആമീൻ പറയുന്നു. ഇവൻ എന്ത് ചെയ്യുന്നു, കൈയൊക്കെ കൊടുത്ത് തന്നെ ഇത് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു ഒലക്കേല ദ്വാ. മനസ്സിലായോ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്തായി, ഇതെല്ലാം അതിൻ്റെതായ ഒരു അദബ് വേണം. അദബില്ലാതെ ഒരു ഇബാദത്തും ചെയ്ത്, ചുരുക്കി പറഞ്ഞാൽ തല തുറന്നിട്ട് ദ്വാ ഇരക്കുന്നതിന് പോലും പല ഇമാമിയങ്ങളും എതിർ പറഞ്ഞായിട്ട് കാണാം. കാരണം അത് ദ്വാന്റെ അദബിന് കേടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, തല ദ്വാ ഇറക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, തലയിൽ തുണിയിടുക, തല മറിക്കുക, തലപ്പാവ് വെക്കുക, തൊപ്പി വെക്കുക, ഇതൊക്കെ അതിൻ്റെ ഇതിൽപ്പെട്ടതാണ്. അപ്പൊ ദ്വാ പോലും തലയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് വസ്ത്രം, അപ്പൊ അത് ഇട്ടുകൊണ്ട് അതപോടെ എന്ത് ചെയ്യുക ദ്വാരക്ക എന്നുള്ളത് എന്ത് ചെയ്യുക നമുക്ക് മര്യാദകൾ പാലിക്കേണ്ടതിൽ പെട്ടതാണ്. ഈ നിലയിലേക്കുള്ള ദ്വായല്ലാതെ നമുക്ക് തോന്നിയ മാതിരി പഠിച്ചോണ്ട് ചോദിച്ചാലൊന്നും അതിനൊന്നും ഒരു ഫലവുമില്ല. ഒഫലാന്റെ ദ്വാക്ക് എന്ത് ചെയ്യുക ആമീൻ പറഞ്ഞിട്ട് കാര്യമില്ല. വാഫിലിനെ എന്ത് ചെയ്യുന്നുണ്ട്, ദ്വാക്ക് ആമീൻ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ദ്വാ ഇരക്കുമ്പോൾ ദ്വായിൻ്റെതായിരിക്കുന്ന ശ്രദ്ധ അതിനകത്തുണ്ടാവണം.